Hey my dear beautiful souls, welcome back to my channel Divine Speaks. Okay, ഈ ഒരു സമയം നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സ് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്, അല്ലെങ്കിൽ എന്ത് അഡ്വൈസ് ആണ് നൽകുന്നത്, നിങ്ങൾ ഈ ഒരു ടൈം എന്താണ് അറിയേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എനർജിയുമായിട്ടൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ള മെസ്സേജസ് മാത്രം, അതിൻ്റെ എനർജി മാത്രം, പോസിറ്റീവ് എനർജി മാത്രം അട്രാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കൊരു 4 കാർഡ്സ് എടുക്കാം. നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന ആ ഒരു മെസ്സേജാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യേണ്ടത്. ഓക്കെ, റൈറ്റ്. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് മെസ്സേജ് ന്യൂ ലവ് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രണയത്തിലല്ല, പക്ഷേ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തി അട്രാക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ഒരു പേഴ്സണെ നിങ്ങൾ നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ്. ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ റൊമാൻറ്റിക് ഫീലിങ്സ് ഒക്കെ ഉണർത്തിക്കൊണ്ട് ഒരു വ്യക്തി, നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് മെസ്സേജ്. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളതാണ് ആ ഒരു മെസ്സേജ്. ഓക്കെ, സെക്കൻഡ് മെസ്സേജ് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഡൗട്ട്ഫുൾ മൈൻഡോടുകൂടി മുന്നോട്ട് പോകാതിരിക്കുക. എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങളുടെ ഉള്ളിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇല്ല, ഡൗട്ട്ഫുൾ മൈൻഡോടുകൂടി മുന്നോട്ട് പോകുന്നതോറും ആ റിലേഷൻഷിപ്പിന്റെ എനർജി അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വളരെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സോ ട്രസ്റ്റ് യുവർ പേഴ്സൺ. ഓക്കെ, അപ്പോൾ സിറ്റുവേഷൻ എങ്ങനെയാണോ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്, ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വരിക എന്നുള്ളത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. സോ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടിയാൽ ട്രസ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അറിയാം, ഓക്കെ പേഴ്സൺ ജെന്യൂൻ ആണ്, പക്ഷെ എന്നാലും നമ്മൾ ഓക്കെ എനിക്ക് ഡൗട്ട് ഇല്ല, പക്ഷേ എനിക്ക് ഡൗട്ട് ഉണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ പോവുമല്ലോ. ഓക്കെ, ആ ഒരു രീതിയിൽ നിന്ന് മാറുക എന്നുള്ളതാണ്. ഓക്കെ, തേർഡ് മെസ്സേജ് ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ് എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ വല്ലാതെ കൺട്രോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് വിടൂ എന്നുള്ളതാണ് ഒരു മെസ്സേജ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു സംശയമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചില സാഹചര്യങ്ങളായിരിക്കാം നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയല്ല, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം വിളിക്കുകയും അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളുടെ സംശയം പോലെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ കൂടുതൽ ഹി ഓർ ഷീ അവരെ കൂടുതൽ കൺട്രോൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അവര് എന്താ ചെയ്യുക, ഇതിനകത്ത് വല്ലാതെ ശ്വാസം മുട്ടുകയാണ്, ഈ റിലേഷൻഷിപ്പിൽ വല്ലാതെ ശ്വാസം മുട്ടുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങളോടുള്ള സ്നേഹമല്ല, അവിടെ ഒരു എന്താ പറയുക തടങ്കിലാക്കിയിരിക്കുന്നു എന്നുള്ളൊരു ഫീലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളോട് ഒരു ഓപ്പൺ ഫ്രീ മൈൻഡോടുകൂടി നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. സോ കൺട്രോൾ ചെയ്യുന്നതിന് പകരം കുറച്ച് ഫ്രീഡം കൊടുക്കൂ, എന്നിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഒരു മെസ്സേജ്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സ്വരചേർച്ചയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സോ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, നിങ്ങളുടെ ഭാവം ക്ലിയർ ആണോ എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സന്റെ കാര്യവും നിങ്ങളൊന്ന് ചിന്തിക്കുക. ഓക്കെ, അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ചിന്തിക്കുക. ആ പേഴ്സൺ അങ്ങനെ ചെയ്യുന്നതിന് എന്തെങ്കിലും നമ്മൾ കാരണക്കാരാണോ എന്ന് ചിന്തിച്ചിട്ട് അതിലൊരു സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ചെയ്ത തെറ്റിനോ അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റിനോ ഒരുപാട് കൺട്രോൾ ചെയ്ത് റിലേഷൻഷിപ്പ് ഒരുപാട് ടൈറ്റ് ആക്കി വെച്ച് അത് ബ്രേക്കപ്പിലേക്ക് എത്തിക്കരുത് എന്നുള്ളതാണ് ഒരു മെസ്സേജ്. ഓക്കെ, അത് അങ്ങനെ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങളുടെ ലൈഫുമായി നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മെസ്സേജ് മാത്രം നിങ്ങൾ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണുമായിട്ട് മാത്രം മുന്നോട്ട് പോകേണ്ട ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ലോകം തന്നെ ആ പേഴ്സൺ ആണെന്ന് തോന്നുന്ന ഒരു എനർജി ഉണ്ടാവും. ഓക്കെ, അതാണ് ആ ഫീല് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ നിങ്ങളുടേതായ ഒരു പേഴ്സന്റെ കൂടെയാണ്, നിങ്ങളുടെ സോൾമേറ്റിന്റെ കൂടെയാണ് നിങ്ങളുള്ളത്. സോ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം ഒന്നും കാണാൻ പറ്റുന്നില്ല, അല്ലെ, സിനിമ ഡയലോഗ് അല്ല, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. ആ പേഴ്സന്റെ എനർജിയിൽ അല്ലെങ്കിൽ ആ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സേഫ് ആൻഡ് കംഫർട്ടബിൾ ആൻഡ് ഹാപ്പിയാണ് എന്നുള്ളതാണ് കാണുന്നത്.
ഓക്കെ, അത് നിങ്ങളുടെ വേൾഡ് തന്നെ ആ ഒരു പേഴ്സൺ ആൻഡ് ആ റിലേഷൻഷിപ്പ് ആണ്. സോ അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത്രത്തോളം നിങ്ങൾ അതിനകത്ത് സേഫാണ്. ഓക്കെ, അത് നിങ്ങൾ സൂക്ഷിച്ച് അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കൂ എന്നുള്ളതാണ്. ഓക്കെ, എപ്പോഴും നമുക്കറിയാലോ, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്. അതുപോലെ തന്നെ വളരെ എന്താ പറയുക, ഒരു ക്രിസ്റ്റൽ പോലെയാണ്. നമുക്ക് അതിനകത്ത് സ്ക്രാച്ചസ് വീഴാൻ വളരെ ഈസിയാണ്, പക്ഷെ അത് മാറ്റിയെടുക്കാൻ ഒരുപാട് ടൈം എടുക്കേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മെസ്സേജസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പോസിറ്റീവ് ബ്ലെസ്സിങ്സ് മാത്രം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ പറഞ്ഞത് പുതിയൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പുതിയൊരു അഫെയർ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടെയുള്ള വ്യക്തിയെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. വിശ്വാസക്കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ഒരുപാട് കൺട്രോൾ ഇഷ്യൂസ് റിലേഷൻഷിപ്പിൽ കൊണ്ടുവന്ന റിലേഷൻഷിപ്പ് ഇല്ലാതാക്കരുത് എന്നുള്ളതാണ്. ആ പേഴ്സൺ അതിന് അർഹനാണോ അല്ലെങ്കിൽ അർഹയാണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ അത് പറയാനുള്ള കാര്യങ്ങൾ പറയുക, അല്ലാതെ കൺട്രോൾ ചെയ്തുകൊണ്ട് റിലേഷൻഷിപ്പ് വളരെ മോശം അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കരുത് എന്നുള്ളതാണ് ഒരു മെസ്സേജ്. മറ്റൊരു മെസ്സേജ്, നിങ്ങളിപ്പോൾ നല്ലൊരു ലോകത്താണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് എന്നുള്ളത്. അതാണ് നിങ്ങളുടെ ലോകമായി കണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണുള്ളത്. നിങ്ങൾ അവിടെ സേഫാണ്, അത് കണ്ടിന്യൂ ചെയ്യൂ എന്നുള്ളതാണ് ഒരു മെസ്സേജ്. ഓക്കെ, ഇതെല്ലാം തന്നെ ബ്ലെസ്സിങ്സ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു നെഗറ്റീവ് മെസ്സേജും ഇല്ല. നിങ്ങൾക്കുള്ള ഗൈഡൻസും നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്ങും തന്നെയാണ് ഈ ഒരു ഡിവൈൻ മെസ്സേജസിലൂടെ നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. Okay, guys, hope you like this video. Stay tuned and have a nice day.